സൗണ്ട് ബാർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത് നല്ല നീളത്തിലുള്ള ഒരു സ്പീക്കർ യൂണിറ്റ് ആണ് അല്ലേ? എന്നാൽ പല ആളുകളും ഇത്തരത്തിലുള്ള ആ ഒരു നീളത്തിലുള്ള സൗണ്ട് ബാർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ വീട്ടിലുള്ള ഒരു ടി വി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ 32 ഇഞ്ചിൻ്റെ ആയിരിക്കും. അത്രയും ചെറിയൊരു ടി വിയുടെ അടിയിൽ കൊണ്ടുവന്ന് വളരെ നീളത്തിലുള്ള ഒരു സൗണ്ട് ബാർ ഒക്കെ നട്ടും ഭംഗിയാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ റൂം വളരെ ചെറുതായിരിക്കും, അവിടെ വളരെ നീളത്തിലുള്ള ഒരു സൗണ്ട് ബാർ അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ബാർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത്തരക്കാരുടെ ആ ഒരു ആഗ്രഹത്തിന് ഇവിടെ പരിസമാപ്തി വരികയാണ്. നമ്മുടെ സെബ്രോണിക്സ് ഇപ്പോൾ സെബ്രോണിക്സ് ജൂക്ക് ബാർ 9300C എന്ന ഒരു കോമ്പാക്റ്റ് സൈസ് സൗണ്ട് ബാർ അവതരിപ്പിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇത് ചെറുതാണെങ്കിലും ഇതത്ര മോശമല്ല, കാരണം 380 വാട്ട് ഔട്ട്പുട്ട് ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കാം. ഈ ഒരു പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ റിമോട്ട്, ഇത് വാൾ മൗണ്ടായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ബുഷുകൾ, ക്ലാമ്പുകൾ, പിന്നെ നെറ്റ്, ബോൾട്ട്, ഓക്സ് കേബിള്, പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡ്, പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഈ ഒരു സൗണ്ട് ബാറും അതിൻ്റെ 2 സാറ്റലൈറ്റ് സ്പീക്കറും ഇതിൻ്റെ സബ് വൂഫറും പിന്നെ ഇത് പവറിൽ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററും കൂടിയാണ്. വെറും 40.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മാത്രമേ സൗണ്ട് ബാറിനുള്ളൂ. അപ്പോൾ അത്രയും ആ ഒരു ലെങ്ത്ത് കുറച്ചുകൊണ്ട് തന്നെ ഇതിനുള്ളിലുള്ള മറ്റു സ്പീക്കറുകൾ, അത് 2 സാറ്റലൈറ്റ് സ്പീക്കറുകളായിട്ട് ഇതുപോലെ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വയേർഡാണ്, നമുക്ക് ഇതിൻ്റെ പുറകിൽ അത് പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഇത്തരത്തിലുള്ള സബ് വൂഫർ വരുന്നുണ്ട്. ആ ഒരു സബ് വൂഫറും ഇതുപോലെ തന്നെ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് ഒരു 29.5 സെൻറ്റിമീറ്റർ മാത്രമേ ഹൈറ്റ് വരുന്നുള്ളൂ. ആകെ 4.3 കിലോഗ്രാം മാത്രമാണ് ഭാരം വരുന്നത്. സൗണ്ട് ബാറിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം വളരെ മികച്ചത് തന്നെയാണ്. മാറ്റ് ഫിനിഷിംഗ് ആണ് ഈ ഒരു ബോഡിക്കുള്ളത്. സെൻട്രലായിട്ട് 4 കൺട്രോൾ സ്വിച്ചുകൾ കാണാം. സെബ്രോണിക്സിൻ്റെയും ഡോൾബി ഓഡിയോ എന്നുള്ള ബ്രാൻഡിങ്ങും ഇവിടെ നമുക്ക് കാണാം. ഇനി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ മെഷുകളാണ് കാണാൻ കഴിയുക. ഇതിനുള്ളിൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 3 ഡ്രൈവറുകൾ വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് വേണമെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് റബ്ബറിൻ്റെ ആ ഒരു ഗ്രിപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാൾ മൗണ്ടായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ഇതുപോലെ 2 പൊഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുറക് സൈഡിലാണ്, അതായത് വാൾ മൗണ്ടായിട്ട് വയ്ക്കുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ പോർട്ടുകളൊക്കെ കാണാൻ കഴിയുക. അപ്പോൾ പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് സബ് വൂഫറിൻ്റെ ഔട്ട്, ഇത് വയേർഡ് ആയിട്ടുള്ള സബ് വൂഫറാണ്. പിന്നെ നമ്മുടെ 2 സാറ്റലൈറ്റ് സ്പീക്കർ, ഈ 2 സാറ്റലൈറ്റ് സ്പീക്കറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുകൾ കാണാം. അതുപോലെ DC ഇൻപുട്ട് കൊടുക്കാൻ, അതായത് ഇതിലേക്ക് നമ്മൾ നേരിട്ട് പവർ, അത് AC പവർ അല്ല കൊടുക്കുന്നത്, അത് അതിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് കൂടാതെ ഇതിൽ കാണുന്ന ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്, പിന്നെ നമുക്ക് USB സ്റ്റോറേജ് കണക്ട് ചെയ്യാം, പിന്നെ ഓക്സ് ഇൻപുട്ട് കൊടുക്കാം, പിന്നെ TV നമുക്ക് കണക്ട് ചെയ്യാം. അത് ARC സപ്പോർട്ടഡ് ആണ്. അത് നമുക്ക് ഇവിടെ ഡോൾബിയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഫീച്ചേഴ്സുള്ള ഇതിൽ നമുക്ക് ബ്ലൂടൂത്തും കൂടി കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ അത് 20 വോൾട്ടിൻ്റെ 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കോമ്പാക്റ്റ് സൈസിലുള്ള ഒരു സൗണ്ട് ബാർ ആണെങ്കിലും സൗണ്ട് തീരെ മോശമല്ലെന്ന്. കാരണം 380 വാട്ട് RMS ഔട്ട്പുട്ടാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതിന് കമ്പനി പറയുന്നത് 105 വാട്ടാണ് ഈ ഒരു സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് എന്നാണ്. 55 വാട്ട് വീതമുള്ള 3 ഡ്രൈവറുകളാണ് ഈ ഒരു സൗണ്ട് ബാറിനകത്തുള്ളത്. അതുകൂടാതെ നമ്മുടെ ഈ 2 സാറ്റലൈറ്റ് സ്പീക്കറുകളിലായിട്ട് അതിലും 55 വാട്ടിൻ്റെ വീതം ഡ്രൈവറുകളുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 380 വാട്ട് ഇങ്ങനെയാണ് കണക്കൂട്ടുന്നത്. സബ് വൂഫറിനകത്തുള്ളത് 13.33 സെൻറ്റിമീറ്ററിൻ്റെ ഡ്രൈവറാണ്. ഇനി സൗണ്ട് ബാറിനകത്തുള്ളത് അത് 3 എണ്ണം 7.5 സെൻറ്റിമീറ്ററിൻ്റെതാണ്. സാറ്റലൈറ്റ് സ്പീക്കറുള്ള ഡ്രൈവറുകൾ അത് 5 സെൻറ്റിമീറ്ററിൻ്റെയും. സബ് വൂഫറിനകത്തുള്ള ഡ്രൈവർ അത് 4 ohmസിൻ്റെതാണ്. ഇനി ഈ ഒരു സൗണ്ട് ബാറിലും സാറ്റലൈറ്റ് സ്പീക്കറിലുമുള്ള ആ ഒരു ഡ്രൈവറുകൾ അത് 8 ohmസിൻ്റെയാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കമ്പനി പറയുന്നത് 50 ഹെർട്സ് മുതലാണ്. ഇവിടെ റിമോട്ടിൽ നമുക്ക് ഇക്വലൈസർ മോഡുകൾ കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മ്യൂസിക്, ന്യൂസ്, മൂവി എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സൗണ്ട് ചേഞ്ച് കിട്ടും, വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികൾ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വർക്ക് വെച്ച് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് സൗണ്ട് എന്ന്. 5.1 സറൗണ്ട് സൗണ്ടൊക്കെയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഞാനിവിടെ വെറുതെ വച്ച് കേൾപ്പിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഔട്ട്പുട്ടൊന്നും ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടിയോ പ്ലേ ചെയ്യുമ്പോൾ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല.
അതിന് നിങ്ങൾ എന്തായാലും ലൈവ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതിലിപ്പോൾ എറണാകുളത്തൊക്കെ ഷോപ്പുകളുണ്ട്, നമ്മുടെ സെബ്രോണിക്സിൻ്റെ കോതറി ഷോപ്പുകളുണ്ട്, വേണമെങ്കിൽ അവിടെ പോയിട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 32 ഇഞ്ച് ടി വി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റാണ്. അയാൾക്ക് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് ബാറാണ്. അതേസമയം 55 ഇഞ്ച് ടി വിക്കൊന്നും നമുക്ക് ഇത് വെക്കണം, അത് കുറച്ചും കൂടി നല്ല സൗണ്ട് ബാറുകൾ വെക്കുന്നതായിരിക്കും അടിപൊളി. പിന്നെ എന്നാലും സൗണ്ട് തീരെ മോശമല്ല. അപ്പോൾ ഒരു ചെറിയ വീട്ടിലേക്ക് പറ്റിയ ഒരു സൗണ്ട് ബാറാണ്. പിന്നെ ഇതിൻ്റെ വിലയും കുറവാണ്. ലോഞ്ചിങ് പ്രൈസ് പറയുന്നത് 9999 ആണ്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഒരു വർഷമൊക്കെ കമ്പനി വാറണ്ടി തരുന്നുണ്ട്. സെബ്രോണിക്സിനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ 3-4 സർവീസ് സെൻറ്ററുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചെറിയ സൗണ്ട് ബാറുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമൻറ്റ് ഇടുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ധൈര്യമായിട്ട് കമൻറ്റ് ഇടുക. അത് മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.